ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകൾക്ക് വന്ന പ്രതികരണത്തെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അവയ്ക്കൊക്കെ ഉത്തരമാണെന്ന നിലയ്ക്കല്ല, മറുപടി എന്ന നിലയ്ക്കാണ്. നാം പറയുന്ന കാര്യങ്ങൾ അവസാന വാക്കാണ് എന്ന അർത്ഥത്തിലല്ല. പറയുന്നവയിൽ കുറവുകളുള്ളത് ചൂണ്ടിക്കാട്ടാനും തിരുത്തേണ്ടവ തിരുത്താനും നമുക്ക് പരസ്പരം കഴിയേണ്ടതാണ്. വിശ്വാസ സമൂഹം എപ്പോഴും ഒരു കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിക്കുക. പ്രഘോഷകനും ശ്രോതാവുമുള്ളതാണ് സഭ. സഭയ്ക്കകത്ത് പ്രഘോഷണങ്ങൾ നടക്കുമ്പോൾ ആ പ്രഘോഷണങ്ങളിൽ പിശകുകളുണ്ടെങ്കിൽ നിശ്ചയമായും വിശ്വാസികൾ അത് ചൂണ്ടിക്കാട്ടണം, സംശയമുള്ളത് ചോദിക്കണം, സംശയ നിവൃത്തി വരുത്തണം. അബദ്ധ പ്രഘോഷങ്ങൾ നിൽക്കാനും യഥാർത്ഥ ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനും അത് ഇരു കൂട്ടരെയും സഹായിക്കുന്ന കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട സംശയം വന്നത്, എന്തിനാണ് നമ്മളിത് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, എന്തിനാണ് ഈ മീഡിയ ഉപയോഗിക്കുന്നത് എന്ന ചോദ്യമാണ്. അല്പം ദേഷ്യത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിനർത്ഥം നിലനിൽക്കുന്ന ബോധ്യത്തിൽ എവിടെയോ കുത്തുകൊണ്ടു എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ തിരികെ ഒട്ടും ദേഷ്യത്തിലല്ലാതെ തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ആ ചോദ്യം എന്ന നിലയ്ക്കാണ് അതിനെ സ്വീകരിക്കുന്നത്. നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെയോ ഒരു പൊതുബോധത്തെയോ തിരുത്താൻ ശ്രമിക്കുമ്പോൾ നിശ്ചയമായും അതിനെതിരായി എതിർപ്പുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സുവിശേഷ പ്രഘോഷണം ഒരു സത്യാന്വേഷണമാണ്, സത്യം പ്രഘോഷിക്കലാണ്. അത് യുക്തിഭദ്രമായിരിക്കണം. നിശ്ചയമായിട്ടും അത് പറയുമ്പോൾ സത്യത്തിലേക്ക് പ്രവേശിക്കാൻ വിശ്വാസിക്ക് കഴിയണം. എന്തിനാണ് വിമർശഭാവമുള്ള കാര്യങ്ങൾ പറയുന്നത്? പ്രഘോഷണങ്ങളെയും പ്രഘോഷണ കേന്ദ്രങ്ങളെയും ഒക്കെ വിമർശിക്കുന്നത് എന്തിനാണ് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. സഭയിൽ രണ്ടു തരം പ്രഘോഷണങ്ങളാണുള്ളത്. സഭയ്ക്കകത്ത് ഒരു പുനർസുവിശേഷവൽക്കരണവും സഭയ്ക്ക് പുറത്ത് ഒരു നവസുവിശേഷവൽക്കരണവും. സുവിശേഷ പ്രഘോഷണ വേലയിൽ 4 നൂറ്റാണ്ടിലധികം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഉത്തരേന്ത്യയിലും കേരളത്തിലും ധ്യാന ശുശ്രൂഷകൾ നടത്തുകയും ആ ധ്യാന ശുശ്രൂഷകളിലൂടെ അനേകരോട് ദൈവത്തിൻ്റെ വചനം പറയുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിനകത്തെ പിഴവുകളെക്കുറിച്ച് പറയുന്നത്? അത് ഒരു പുനർസുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. സുവിശേഷ പ്രഘോഷണത്തിൽ പിഴവുകൾ ഉണ്ടായാൽ 2 തരത്തിലാണ് അത് ദോഷകരമായിട്ട് ഭവിക്കുക. ഒന്ന്, സുവിശേഷം കേൾക്കുന്ന വിശ്വാസികൾ ആത്മീയമായ വളർച്ചയിലേക്ക് വരില്ല, അബദ്ധങ്ങളിൽ കുടുങ്ങും. അതോടൊപ്പം തന്നെ പൊതുസമൂഹ മധ്യത്തിൽ ക്രിസ്തു അവഹേളിതനാകും, സഭ അവഹേളിതയാകും. സഭയാണ് സുവിശേഷത്തെ ലോകത്തിന് കൊടുക്കുന്നത്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തികളടക്കം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ വിളിക്കുന്നത് സാക്ഷികളെന്നാണ്. യേശുവിനെ അറിഞ്ഞവർ, അനുഭവിച്ചവർ, ലോകത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ആ ദൗത്യത്തിൽ പിഴവുണ്ടായാൽ നമുക്കുണ്ടാകുന്ന ആത്മനാശം പോലെ തന്നെ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ അനേകർക്കത് മാർഗതടസ്സമായിട്ട് മാറും. ലോകയുക്തിക്ക് അനുസരിച്ചും ലോകത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ചും നീങ്ങുന്നതല്ല സഭയുടെ രീതി. സത്യബോധത്തിൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന പ്രവൃത്തിയാണത്. അപ്രകാരമുള്ള പ്രവൃത്തിക്ക് സാക്ഷികളായി വർത്തിക്കുന്ന നമ്മൾ അസത്യം പറയാനിടയായാൽ നിശ്ചയമായും അത് ലോകത്തിന് ഒരു ദുസ്സാക്ഷ്യമായിട്ട് മാറും. അപ്രകാരമുള്ള ശുശ്രൂഷകളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സന്ദേശത്തിൽ ഒരു ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന മെഡലുകൾ, കാശുരൂപങ്ങൾ, അവയിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുക എന്നതിനെക്കുറിച്ച് പ്രഘോഷകനായ പുരോഹിതൻ പറയാം. 10 കാശുരൂപങ്ങൾ അങ്ങനെ കൊടുത്താൽ അതിൽ 2 എണ്ണമാണ് ഉപകാരപ്പെടുക, 8 എണ്ണം ഉപകാരപ്പെടാതെ പോകും. ഉപകാരപ്പെടാതെ പോകുന്നത് ഈ കാശുരൂപത്തിൽ ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ആ കാശുരൂപത്തിനകത്തുള്ള ദൈവിക ശക്തിയെ റിലീസ് ചെയ്യാൻ, പുറത്തേക്കെടുക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ വീഴ്ച സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുക. ആ 8 പേർക്ക് അതിനടങ്ങിയിട്ടുള്ള യേശുവിൻ്റെ ശക്തിയെ റിലീസ് ചെയ്യാനുള്ള യോഗ്യതയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഉടമ്പടി കാശുരൂപത്തിനകത്ത് ദൈവിക ശക്തിയുണ്ട് എന്ന് പറയാൻ 1 കൊരിന്ത്യർ 1:24 പറഞ്ഞിട്ടാണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമാണ്, അത് ഈ കാശുരൂപത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് സ്വീകരിക്കാൻ അർഹതയില്ല 8 പേർക്ക്
അർഹതയുള്ള 2 പേർക്കാണ് ആ ശക്തിയെ റിലീസ് ചെയ്യാൻ കഴിയുക എന്നാണ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്രകാരം ഒരു ശക്തി ഒരു കാശിരൂപത്തിനകത്ത് നിവേശിപ്പിക്കാൻ കഴിയുമെന്ന് വന്നാൽ അത് വിഗ്രഹാരാധനയായിട്ട് മാറും. ഞാനിതിപ്പോൾ കേൾപ്പിച്ചു തരാം ഈ പറഞ്ഞ കാര്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു പ്രഘോഷണമാണ്. ഒരാളല്ലേ ഉടമ്പടി കാശിന് സാക്ഷ്യം പറയുന്നുള്ളു, അല്ലെങ്കിൽ 2 പേര് പറയായിരിക്കും, 8 പേര് അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ നമ്മൾ അത് ഇൻകൾക്കേറ്റ് ചെയ്ത പവർ. അതിൽ ആദ്യത്തെ ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കിയേ, 10 പേര് കാശിരൂപം കൊണ്ടുപോയാൽ 8 പേര് അർഹരല്ല അത് ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. 2 പേരിലെ സാക്ഷ്യം പറയുന്നുള്ളൂ, ബാക്കി 8 പേർക്ക് അർഹതയില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, ദൈവത്തിൻ്റെ സ്നേഹം നിരുപാധിക സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹം സൗജന്യദാനമാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് അർഹരല്ല ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിധിക്കാൻ നമുക്കെന്താ അധികാരമുള്ളത്? ബാക്കിയും തുടർന്ന് കേൾക്കാം. റിലീസ് ചെയ്യണം, പ്രവിത്ര അങ്ങനെയാണല്ലേ. റിലീസ് ചെയ്യണമെങ്കിൽ ആ പവർ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിം പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. സെയിം പ്രിൻസിപ്പിൾ എന്താണ്? എന്ത് പവറിൽ എന്തിലാണ് അതിന്റെ എന്ത് ഫോർമുലയാണ് എൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്യണത്? നിങ്ങൾ ഉടമ്പടി ഉപ്പിലായാലും ഉടമ്പടി കാശിരൂപത്തിലായാലും ഉടമ്പടി തൈലത്തിൽ അവിടെ പറഞ്ഞ എന്താണ്? 1:1:24 പവർ. വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ആരാണ്? ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും പിന്നെ എന്താണ്? ദൈവത്തിന്റെ ശക്തിയുമാണ്. കത്തോലിക്ക തിരുസഭയുടെ പഠനമനുസരിച്ച് ആശീർവദിക്കപ്പെട്ട കാശിരൂപങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട്, വിശുദ്ധീകരണ സ്ഥാനമുണ്ട്. എങ്ങനെയാണ് ആ സ്ഥാനം? ഒരു കാശിരൂപം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലൊരു ആശീർവാദമുണ്ട്. ആ ആശീർവാദം നമ്മുടെ മാമോദീസയെ ഉണർത്തും. കൗദാശിക കൽപ്പങ്ങൾ എന്ന് പറയും. ഓരോ കൗദാശിക കൽപ്പങ്ങളും കൂദാശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ഓരോ ആശീർവാദങ്ങളും. ആ ആശീർവാദത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവപ്രദമാകും ഒരു കാശിരൂപം ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതാണ് അതിനകത്തെ പ്രത്യേകത. അതിനകത്ത് ഒരു ശക്തി നിവേശിപ്പിച്ചിട്ടുണ്ടെന്നും ആ ശക്തി റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് അനുഗ്രഹപ്രദമായി മാറൂ എന്നും പഠിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ കാശിരൂപത്തെ എന്താക്കി മാറ്റുന്നു? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ സത്യത്തെ തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ, ആളുകളോട് പറഞ്ഞില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. വിശ്വാസികൾ കാശിരൂപത്തെ ദൈവമായി പരിഗണിക്കും. അപ്പം അങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതൊരു കാര്യം. രണ്ടാമത്, ലോകസമക്ഷമാണ് ഇതെല്ലാം എന്ന് ഓർക്കണം. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായ കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ കത്തോലിക്ക വിശ്വാസം ഇങ്ങനെ മന്ത്രവാദ സമാനമായ ഒരു പ്രവൃത്തിയാണെന്നും കാശിരൂപങ്ങൾ ധരിക്കുന്നത് ഏലസ് ധരിക്കുന്നത് പോലെയാണെന്നും വന്നാൽ അത് അപകടകരമല്ലേ? ഏലസിനകത്ത് ഇങ്ങനെ ശക്തി നിവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല. ആ വിശ്വാസത്തിന് സമാനമായ ഒന്നാണ് കാശിരൂപം ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലുള്ളതെന്ന് വന്നാൽ പൊതുസമൂഹത്തിന് മുൻപിൽ യഥാർത്ഥ സത്യത്തെ വെളിപ്പെടുത്തുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിശ്വാസമാണോ പ്രഘോഷിക്കപ്പെടുന്നത്? അബദ്ധമാണോ? ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളത് പറയുന്നതിന് കാരണം സഭയ്ക്കകത്ത് നാം സഭയിലുള്ള എല്ലാ ആചാരങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ പരിശോധിക്കേണ്ടത് കത്തോലിക്ക തിരുസഭ പഠിപ്പിച്ച കാര്യമല്ല. സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. സഭ പഠിപ്പിക്കാത്ത കാര്യം, വിശ്വാസവിരുദ്ധമായൊരു കാര്യം, തെറ്റായൊരു പ്രഘോഷണം സുവിശേഷ വഴിയിലുണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർ മുമ്പിൽ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വരുന്നു. ആ സാഹചര്യം എന്താണ്? ആ സാഹചര്യം ഇത് കേൾവിക്കാർ ഒത്തിരി ഉണ്ടെന്നുള്ളതാണ്. അപ്പം തെറ്റിദ്ധാരണ പരത്തുകയും വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ അനേകർക്ക് വീഴ്ച ഉണ്ടാകാനും കാരണമാകുന്നൊരു കാര്യം നമ്മൾ തുറന്നു പറയുന്നു. അത് ചെവിട്ടി പറഞ്ഞാൽ പോരാ. കാരണം ഇത്തരം പ്രഘോഷണങ്ങൾ കേൾക്കുന്നത് അനേകായിരങ്ങളാണ്. അങ്ങനെ അനേകായിരങ്ങൾ കേൾക്കുന്ന കാര്യം അനേകായിരങ്ങളോട് തന്നെ തിരിച്ചു പറയേണ്ടി വരും. അപ്പോൾ അതിനൊരു ശ്രമം നമ്മൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. എന്ത് നേടാനാണ് അല്ലെങ്കിൽ എന്തുദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിശ്ചയമായ ഒരു കാര്യം മനസ്സിലാക്കണം. ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പുനർസുവിശേഷവൽക്കരണത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് സഭയ്ക്കകത്ത് സഭാവിശ്വാസത്തിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളെ നമ്മൾ തുറന്നു പറയുമ്പോൾ അതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് തെറ്റുകൾ ആർക്കും പറ്റാം. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ തെറ്റുപറ്റാത്ത പരമയോഗ്യനായ ഒരാളാണെന്ന നിലയ്ക്കല്ല സംസാരിക്കുന്നത്. തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരുത്താൻ ഇടയാകണമെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി പറയണ്ടേ? രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? അത്തരത്തിൽ നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും വിശ്വാസസംബന്ധമായ വിഷയങ്ങളിൽ നമുക്ക് ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടായിക്കൂടാ. ഈ അബദ്ധങ്ങൾ വിശ്വാസ സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലെ ബാധിക്കും. ഇനി എന്തിനാണ് മീഡിയ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ
മീഡിയ ഉപയോഗിക്കുന്നത് അന്ധവിശ്വാസം പരത്താനല്ല, സത്യം പറയാനാണ്. മീഡിയ പലതരത്തിൽ ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സത്യം പറയാൻ വേണ്ടിയാണ്. ഇനി സുവിശേഷ പ്രഘോഷകർ അനേകർ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം തെറ്റാണെന്നോ എല്ലാവരും അബദ്ധത്തിലാണെന്നോ നമ്മൾ മാത്രം പറയുന്നതാണ് ശരിയെന്ന് പറയാനല്ല. പറയുന്നത് പിഴവുണ്ടാകുമ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ട് വരുമ്പോൾ പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത് അന്ധവിശ്വാസത്തിലേക്കാണെങ്കിൽ അത് തുറന്നു പറയാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അസ്വസ്ഥത നിങ്ങൾക്കുണ്ടായേക്കാം. ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ എപ്പോഴും പറയുന്നത്, ഇത് നമുക്ക് കുറവുണ്ടാക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ചേക്കാം. സ്വാഭാവികമായി നമുക്കിത് പറയാൻ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ പ്രഘോഷണങ്ങൾ ഇങ്ങനെ അധികരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പ്രഘോഷിക്കപ്പെടും. അഖണ്ഡ ജപമാലയെക്കുറിച്ച് 10 വർഷം പ്രസംഗിക്കേണ്ടി വന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, അന്ന് യൂട്യൂബില്ല, അന്ന് ധ്യാന കേന്ദ്രങ്ങളിലും ഇടവകകൾ നടക്കുന്ന ധ്യാനങ്ങളിലും നിരന്തരമായി പറയേണ്ടി വന്നൊരു വിഷയം അഖണ്ഡ ജപമാലയാണ്. അതും ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാ. ഈ അഖണ്ഡ ജപമാല 5.25 മണിക്കൂർ ചൊല്ലിയാൽ ഏത് കാര്യവും സാധിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞിരുന്ന വിശ്വാസ അബദ്ധത്തെ തിരുത്താൻ വേണ്ടി വർഷങ്ങളോളം പണിയെടുക്കേണ്ടി വന്നു. ഇതൊരു ദൗത്യമായി സ്വീകരിച്ചതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിതൊരു ദൗത്യമായി സ്വീകരിച്ചു എൻ്റെ ജീവിതത്തിൽ. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ സത്യം തിരിച്ചറിഞ്ഞത് പുറത്തു പറയാൻ ബാധ്യതയുള്ളതുകൊണ്ടാണ്. പ്രത്യേകിച്ചൊരു നേട്ടത്തിന് വേണ്ടിയല്ല, ഒന്നും നേടിയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഭൗതികമായ നേട്ടത്തിനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയല്ല നമ്മളിത് പറയുന്നത്. വിശ്വാസ സമൂഹത്തിനകത്ത് അന്ധവിശ്വാസം പ്രചരിക്കുകയും സന്ദേഹങ്ങളിൽ ആളുകൾ കുടുങ്ങുകയും ചെയ്യുമ്പോൾ സത്യം എന്താണ് പറയുന്നതെന്ന് പറയാൻ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ബാധ്യതയുണ്ട്. നിങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കണം, ഉപയോഗിച്ച് സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം, സത്യം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ കുറച്ച് ആളുകളാണ് സത്യം പറയുന്നത്. ഭൂരിപക്ഷം ആളുകൾ പറയുന്നതിന് പിന്നാലെ പോകാനാണെങ്കിൽ പഴയ നിയമാനുസൃതമായിട്ട് ജീവിക്കേണ്ടി വരും, സഭയുടെ സത്യബോധത്തിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരും, അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങേണ്ടി വരും. യഹൂദ പാരമ്പര്യത്തെ എതിർത്ത് യേശു ജീവിച്ചപ്പോൾ, യഹൂദ പൗരോഹിത്യത്തിന്റെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞപ്പോൾ യേശുവിനെതിരെ ആക്രമണം ഉണ്ടായി. അതാണല്ലോ കുരിശിൽ ചെന്നെത്തിയത്. ഈ സ്ലീഹന്മാരുടെ കാര്യം എന്താ? യേശു ക്രിസ്തു മരിച്ചവരിൽ നിർത്തു എന്ന പരമസത്യം ലോകത്തോട് പറയുകയും അന്ധതയിൽ കഴിയരുത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു. പൗലോസിനും അപ്പോളോസിനും ഉണ്ടായ സംഭവം നമുക്കറിയാലോ. കാളയെ ബലിപ്പിക്കാനായിട്ട് ജനക്കൂട്ടം വരുമ്പോൾ നിങ്ങൾ സത്യദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് കല്ലേറുകൊണ്ടു. അശുദ്ധാത്മബാധിതയായ പെൺകുട്ടിയെ മോചിപ്പിച്ചപ്പോൾ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ധനസമ്പാദനം നടത്തിയിരുന്ന ആളുകൾ പൗലോസിനെതിരെ തിരിഞ്ഞു. അപ്പം ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭയ്ക്കകത്ത് നാം ഇത് പറയുമ്പോൾ നിരവധിയായ എതിർപ്പുകളുണ്ടാവും. ആ എതിർപ്പുകളെ നമ്മൾ കാര്യമായി പരിഗണിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നും നേടാനില്ലാത്തത് കൊണ്ടും പ്രത്യേകിച്ച് ഈ ലോകത്ത് നിന്നൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ട് നമ്മളെ വിമർശിച്ചയാളും വിഷമിക്കേണ്ട. എതിർപ്പോ ദേഷ്യമോ എന്നിട്ട് പറഞ്ഞതല്ല. നിങ്ങളത് ചോദിച്ചതുകൊണ്ട് എനിക്കിത് പറയാൻ അവസരം കിട്ടിയെന്നേ ഉള്ളൂ. അതിലപ്പുറം വിചാരിക്കേണ്ട. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഹൃദയത്തിലൊന്ന് വെക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനു മുമ്പുള്ളൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനസാക്ഷിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മനസാക്ഷിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വരാൻ നമുക്ക് കഴിയും. ഉന്നയിക്കപ്പെട്ട മറ്റൊരു സംശയം ഇതാണ്, യേശുവിൻ്റെ കുരിശുമരണം വഴി പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് മനുഷ്യർ വിമോചിതരായി. അത് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്ന സംശയം ഇതാണ്, മാമോദീസ സ്വീകരിക്കുക വഴി ഈ സ്വാതന്ത്ര്യത്തിലേക്ക്, ഈ വിമോചനത്തിലേക്ക് വന്നവരാണ് നമ്മൾ. അങ്ങനെ വന്ന നമ്മൾ 1-ാം പ്രമാണം ലംഘിക്കുകയോ സമാനമായ കൃത്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്താൽ പിശാചിന് വീണ്ടും നമ്മുടെ മേൽ അധികാരം ലഭിക്കും. പിശാചിൻ്റെ അധികാരം യേശു തകർക്കുന്നത് കുരിശിലാണ്. അത് എന്നേക്കുമായുള്ള പിശാചിനെ തോൽപ്പിക്കലാണ്. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ പിശാച് കൂടും എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. പൈശാചിക പ്രലോഭനങ്ങളാണ് പാപത്തിലേക്ക് നമ്മെ നയിക്കുക. പ്രലോഭകൻ ഇപ്പോഴും ഉണ്ട്. ആ പ്രലോഭകൻ നമ്മെ പാപത്തിലേക്ക് നയിക്കും. ഇപ്പോൾ 1-ാം പ്രമാണ ലംഘനമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞത്. 1-ാം പ്രമാണത്തിൽ ലംഘനം ഉണ്ടാകുന്ന 3 കാര്യങ്ങൾ പറയാം. അതിലൊന്ന് അഹങ്കാരമാണ്. അവനവനെ ദൈവമായി പ്രതിഷ്ഠിക്കുക, ഞാനാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുക. അങ്ങനെ ഞാൻ എന്നിൽ തന്നെ കുടുങ്ങുന്നത് പിശാചിൻ്റെ പ്രവൃത്തി മൂലമാണ്. പിശാച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ശക്തനാണ്, നീ വളരെ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, നീ ആരാണ് എന്ന് പറഞ്ഞ് നമ്മെ ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് പ്രശംസാവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രശംസകളൊക്കെ ഉണ്ടാകുന്ന അപകടം, നിങ്ങൾ പ്രശംസിക്കുകയാണ്, നിങ്ങൾ വളരെ നല്ലതാണ്, നിങ്ങൾ മഹാനാണെന്ന് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കേണ്ടത് ഏതർത്ഥത്തിലാണ്? ഒരു അപകടം അതിൻ്റെ പുറകെ പതിയിരിപ്പുണ്ട്.
ആ അപകടം ഞാനേ എന്നൊരു ബോധ്യത്തിലേക്ക് പോകുന്നുള്ളതാണ്. അങ്ങനെ പോയാൽ അത് ഒന്നാം പ്രമാണ ലംഘനമാണ്. അഹങ്കാരം, ഞാനെന്ന ഭാവം, തന്നിൽ തന്നെ ആശ്രയം, താനാണ് പരമപ്രധാനം എന്ന ചിന്ത. അപ്പൊ അങ്ങനെ വന്നാൽ അതൊരു അപകടമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അത് ദ്രവ്യാസക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ദ്രവ്യാസക്തി ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ്? അവിടെ പണം പ്രധാനപ്പെട്ടതാവുകയും മനുഷ്യർ പ്രധാനപ്പെട്ടതല്ലാതായി മാറുകയും ചെയ്യും. ദൈവത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ട് പണം ആ സ്ഥാനം കൈവരിക്കും. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത് വരുന്നത് എന്താണ്? മൂന്നാമത് വരുന്നത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയുടെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കൊളോസ്യർ ലേഖനം 3:5 വിഗ്രഹാരാധന തന്നെയാണ് ദ്രവ്യാസക്തി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒന്നാം പ്രമാണ ലംഘനത്തിന് ഇടയാകുന്നത് ഏത് പ്രവൃത്തി മൂലമാണ്? പിശാചിന്റെ പ്രലോഭനം മൂലമാണ്. പൈശാചിക പ്രലോഭനമാണ് അതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഈ പാപം ചെയ്താൽ പിശാച് കയറി വസിക്കുമെന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. പിശാചിന് ഇത്ര ഉദ്ദേശമുള്ളൂ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലണം. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നാൽ അവൻ കൈകൊട്ടിച്ചിരിക്കും. കാരണം അവന്റെ പക്ഷത്ത് നിൽക്കാൻ ആളെ കിട്ടി. അവന്റെ പക്ഷത്ത് ആളെ കിട്ടുമ്പോൾ ദൈവത്തിന്റെ മഹിമയെ ഇകഴ്ത്താമെന്നാണ് അവന്റെ ചിന്ത. അതുകൊണ്ട് അവനത് സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തിയാണ്, അത് ദൈവരാജ്യത്തിനെതിരായ പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ, പാപം ചെയ്താൽ എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിക്കാനുള്ളതെന്ന് ശ്ലീഹ പറയുന്നുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. അതുകൊണ്ട് 1 യോഹന്നാൻ 2:1-2 തിരുവചനങ്ങളിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നമുക്ക് കുമ്പസാരിക്കാം, പാപവിമോചനാവസ്ഥയിലേക്ക് വരാമെന്ന് പഠിപ്പിക്കണേ. മാമുദീസയിൽ വിശ്വാസമേറ്റു പറഞ്ഞ നമ്മൾ വീണ്ടും വീണു പോകുമ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ മാമുദീസയെ വീണ്ടും നവീകരിക്കുകയും പ്രസാദപരാവസ്ഥയിലേക്ക് തിരികെ വരികയും ചെയ്യും. പിന്നീട് നമ്മുടെ മേൽ പാപം ഭരണം നടത്തുവോ അല്ലെങ്കിൽ പിശാച് ഭരണം നടത്തുവോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല. പക്ഷെ പാപച്ചാച്ചിൽ നിലനിൽക്കുന്നുണ്ട്, പ്രലോഭകൻ നിലനിൽക്കുന്നുണ്ട്. അതെന്തിനാണ്? അത് പുണ്യം ചെയ്യാനാണ്, വീണ്ടും സുഹൃത മാതൃകയിലൂടെ മുൻപോട്ട് പോകാനാണ്, പാപത്തിനെതിരായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. പ്രലോഭകനും പാപച്ചാച്ചിലുമില്ലെങ്കിൽ പിന്നെ മുൻപോട്ടുള്ള പാതയിൽ വിശ്വാസമേറ്റ് പറയാൻ എങ്ങനെ കഴിയുക? വിശ്വാസമേറ്റ് പറയുന്നത് തിന്മയ്ക്കെതിരെ നിലനിൽക്കൊണ്ടിട്ടാണല്ലോ. പിശാചിന്റെ പ്രലോഭനങ്ങൾക്കെതിരായും പാപച്ചാച്ചിലുകൾക്കെതിരായും പ്രതികരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകണം. മാമോദീസ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് ആരംഭിച്ചെടുത്തതെന്ന് മരണം വരെ നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. ആ പോകുന്ന യാത്രയിലുണ്ടാകുന്ന കുറവുകൾക്ക് കുമ്പസാരം പരിഹാരമായിട്ട് സഭ നൽകുന്നുണ്ട്. കുമ്പസാരത്തിലൂടെ പാപവിമോചനം നൽകുന്നുണ്ട്. പ്രസാദപരാവസ്ഥയിലേക്ക് തിരികെ വരാനുള്ള അവസരം നമുക്കുണ്ട്. നമ്മിലുള്ള പരിശുദ്ധാത്മാവ് പാപബോധവും പശ്ചാത്താപവും നൽകി കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നമ്മെ നയിക്കുന്നു. അതുവഴി നാം വീണ്ടും വിമോചനാവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് പാപം ചെയ്താൽ പിശാച് വന്നു വസിക്കും, അടിമപ്പെടുത്തും എന്നത് ഒരു തെറ്റായ ബോധ്യമാണ്. ആ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇതാണ്: ആ വ്യക്തിയുടെ മേലും തലമുറകളുടെ മേലും പൈശാചികാധിപത്യം ഉണ്ടാകുന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തലമുറ എന്നൊരു കാര്യം ഇതിനകത്തില്ല. പാപം വ്യക്തിപരമാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ വ്യക്തിപരമാണ്. ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തിപരമായി പ്രത്യുത്തരം കൊടുക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തലമുറ ദോഷം എന്ന് പറയുന്നത് ഒന്നില്ല. അത് നീക്കം ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പൻ മോശമായാൽ മക്കൾ മോശമാകില്ല, അപ്പൻ നന്നായാൽ മക്കൾ നന്നാവണമെന്നുമില്ല. അതിന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇത് വ്യക്തിപരമാണ് ഉത്തരവാദിത്വം. എസെക്കിയേൽ 18:2 വിശുദ്ധ ഗ്രന്ഥം ചോദിക്കുകയാണ്: പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന ഈ പഴമൊഴി നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് എന്തിന്? ഇനി അങ്ങനെ പാപം ചെയ്യാനിടയായി ആ പാപം ചെയ്തത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു, അത് പിന്നെയും വ്യക്തികളെ ബാധിക്കുമോ എന്നാണ് ചോദ്യം. എങ്ങനെ ബാധിക്കുമെന്നാണ് ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് അത് പറയുന്നുണ്ട്. വിവാഹ തടസ്സം, രോഗങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമെന്നാണ്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, പാപത്തിനുള്ള ശിക്ഷയായിട്ടല്ല ഭൗമികമായ തടസ്സങ്ങൾ. ഇത് ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ലോകത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും മനുഷ്യൻ്റെ ബന്ധങ്ങൾക്കകത്തും മനുഷ്യൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. പ്രകൃതിയും സമൂഹവും ഒക്കെ നിർമ്മിച്ചെടുക്കുന്ന പലവിധ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് അനുഭവപ്പെടാം. അതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? വിശ്വാസം വഴി അതിനെ അതിജീവിക്കും. തടസ്സം നീക്കുന്ന പരിപാടി എന്ന് പറയുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ ക്രൈസ്തവമായൊരു കാര്യമാണോ, അതല്ലെങ്കിൽ ഇവിടെ നിലനിന്ന ചില വിശ്വാസബോധ്യങ്ങളുടെ ഭാഗമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. തടസ്സം നീക്കുക. ഈ തടസ്സം നീക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ? തടസ്സങ്ങൾ ഏതും നീക്കിത്തരും എന്ന് പറയുന്ന പരസ്യ ബോർഡുകൾ. നിങ്ങൾ ഈ പൂജ ചെയ്താൽ തടസ്സം നീങ്ങും,
നിങ്ങൾ കയ്യിൽ ഈ ചരട് കെട്ടിയാൽ തടസ്സം നീങ്ങും. അപ്പം അതുകൊണ്ട് തടസ്സങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുമ്പിലുള്ളത് ജീവിതത്തിൽ വിശ്വാസം ഏറ്റുപറയാനുള്ള അവസരങ്ങളായിട്ട് കാണണം. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നാം പഠിക്കേണ്ട പാഠം അതാണ്. പാപത്തിനുള്ള ശിക്ഷ മരണശേഷമാണ്. ആദ്യം തനത് വിധി, പിന്നെ പൊതുവിധി. ആ രണ്ടിടത്തും നാം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. പക്ഷെ ഭൗമികമായിട്ടുണ്ടാകുന്ന രോഗങ്ങളോ തകർച്ചകളോ വീഴ്ചകളോ ഒന്നും പാപത്തിനുള്ള ശിക്ഷയല്ല. ദൈവം നമ്മെ ശിക്ഷിക്കാൻ വന്നതല്ല, രക്ഷിക്കാൻ വന്നതാണ്. ഇനി വന്നൊരു ചോദ്യം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അപ്പനുണ്ടാക്കിയ കടമാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിലനിന്ന കടമാണ്, ഞാൻ അതിൻ്റെ ഭാരം വഹിക്കേണ്ടി വരുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? നിങ്ങൾ സാധാരണ പലതരം കോഴ്സുകൾ കൂടും. നിങ്ങൾ ഡിഗ്രി കോഴ്സിന് സാധാരണ പോയാൽ പണച്ചെലവ് കുറവാണ്. പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന മെച്ചവും അതുപോലെ ആയിരിക്കും, അറിവും അതുപോലെ ആയിരിക്കും. അതേസമയം നിങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രിക്കാണ് പോകണമെന്ന് വിചാരിക്കും. നിങ്ങൾ ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ പഠിക്കുന്നു. പണച്ചെലവ് വേറെ ഉണ്ട്, സമയദൈർഘ്യമുണ്ട്, കഷ്ടപ്പാടുണ്ട്. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം സാധാരണ ഡിഗ്രിയിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾക്കതുമൂലം ലഭിക്കാനിടയുള്ള അറിവും കഴിവും ഗുണവും വ്യത്യസ്തമായിരിക്കും. അപ്പം അതുകൊണ്ട് 1,00,000 രൂപയുടെ ബാധ്യതയുള്ള ഒരാൾ, കഷ്ടപ്പാടുള്ള ഒരാൾ ഒരു കോഴ്സിന് ചേർന്നേക്കാം. എന്താണ് കോഴ്സ്? ദൈവമേ നീയാണ് സർവസ്വം എന്ന് പറയാൻ തിരിച്ചറിയാനുള്ള ഒരു കോഴ്സാണ്. നമുക്ക് എപ്പോഴാണ് ജീവിതത്തിൽ മനുഷ്യരെ മനസ്സിലാകുന്നത്? സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴാണ്. കൂടെ ഉണ്ടെന്ന് കരുതുന്നവർ ഇല്ലാണ്ടാവും, മറ്റുള്ളവർ കുറ്റപ്പെടുത്തും, ജീവിതത്തിൽ ആരും നമ്മെ നോക്കാണ്ടാവും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാനുഷിക ബന്ധങ്ങൾക്കൊരു പരിമിതിയുണ്ട്. സമ്പത്തുള്ളപ്പോഴുള്ള സ്നേഹമോ ബന്ധമോ സാമ്പത്തിക തകർച്ചയുടെ നേരത്തെ ഉണ്ടാവില്ല. ജീവിതം പ്രതിസന്ധിയിലാവും. കൂടുതൽ കടബാധ്യതയിലാണെങ്കിലോ കൂടുതൽ അകലം ആളുകൾ പാലിക്കാന്നുള്ളത്. അതിലൂടെ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് നമ്മെ നയിക്കുന്നത് ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ. എന്താണ് സമ്പത്ത്, എന്താണ് ലോകം, ആരാണ് ദൈവം, നമ്മൾ ആരാണ്, നമ്മിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മെ പഠിപ്പിക്കാനുള്ള അവസരങ്ങളാണ് തകർച്ചകൾ. അതുകൊണ്ട് ഈ തകർച്ച എനിക്ക് എന്തിനു വന്നു എന്ന് ചോദിച്ച് ഉത്കണ്ഠപ്പെടുന്നതിന് പകരം ഇതൊരു പഠനമാണെന്നും ഇതൊരു കോഴ്സാണെന്നും ആ കോഴ്സിൽ ചേരാനായിട്ട് ഞാൻ ഇത്ര മുടക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് 1,00,000 രൂപയുടെ കടമുള്ള ആൾക്ക് കിട്ടുന്ന കോഴ്സിനേക്കാൾ വലിയ കോഴ്സാണ് അതിനേക്കാൾ കൂടിയ ബാധ്യതയിൽ പെടുന്ന ഒരാൾക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ലോകം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോഴാണ് ഈ ഒരു ബാധ്യത, ഈ ഒരു പ്രശ്നം നമ്മെ വീഴ്ത്തുന്നതായിട്ട് മാറുക. ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും നിത്യതയിലേക്കാണ് വിളിക്കപ്പെടുന്നതെന്നും യഥാർത്ഥ പരിഹാരം ക്രിസ്തുവാണെന്നും ജീവിതത്തിൽ നമുക്ക് വേണ്ട സമ്പത്ത് ക്രിസ്തുവാണെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരാൾ ആത്മീയമായി രക്ഷപ്പെടും, അയാൾ ഭൗതികതയെയും ജയിക്കും. അപ്പോൾ അയാൾ മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ ദൈവാശ്രയത്തിലാകും. ദൈവം നമ്മെ ഒരു കോഴ്സിലൂടെ നടത്തുകയാണ്, ഒരു പരീക്ഷയിലൂടെ നടത്തുകയാണ്, നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ഇത് ആരുടെയെങ്കിലും കുറവാണെന്നോ പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട് സ്വയം ശപിച്ച് എനിക്ക് രക്ഷയില്ല എന്ന് കരുതി ജീവിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു തകർച്ചയും, സാമ്പത്തികവും അല്ലാത്തതുമായ തകർച്ചകൾ നമ്മെ ഉയർത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. നാം ഒരു വലിയ പാഠം പഠിക്കുകയാണ്, വലിയൊരു അറിവിലേക്ക് നയിക്കപ്പെടുകയാണ്. ക്രിസ്തുവാണ് പരമാർത്ഥമെന്ന് ഹൃദയം കൊണ്ട് ഉറച്ചു പറയാനുള്ള ശക്തി അതിലൂടെ നമുക്ക് ലഭിക്കും. അത് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറും. അനേകർക്ക് വെളിച്ചമായി മാറാൻ ഒരു വിളിയാണ് നിങ്ങൾക്കുള്ളതെന്ന് ഈ തടസ്സത്തിൽ ഏർപ്പെട്ടവർ ചിന്തിക്കണം. ഇപ്പം നമുക്കുണ്ടാകുന്നൊരു സാമ്പത്തിക തകർച്ചയെ സംബന്ധിച്ച് നമുക്ക് വലിയ ആക്ഷേപങ്ങൾ, അപമാനങ്ങൾ വരെ കേൾക്കേണ്ടി വരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉരുൾപൊട്ടിയ സ്ഥലത്തുള്ള മനുഷ്യർ അവർ സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെട്ടു. അവരുടെ എന്തെങ്കിലും പ്രവൃത്തി ദോഷമാണോ അതിൻ്റെ പുറകിലുള്ളത്? അല്ല. പക്ഷേ അതിലൂടെ അവർ നടത്തപ്പെടുന്നുണ്ട്. അവർ നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലാണ്. ഒരു മുടിനാരിഴ പോലും നശിച്ചു പോവുകയില്ല ദൈവസന്നിധിയിൽ. അതുകൊണ്ട് അതൊന്നും മോശമായിട്ടല്ല കരുതേണ്ടത്. ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു അവസ്ഥയെയും നാം വിമോചനത്തിലുള്ള അവസരമായിട്ടാണ് കണക്കാക്കേണ്ടത്. സാധാരണ പനി വരും. പനിയെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. പനി വരുമ്പോൾ നമ്മൾ ഉടനെ ഗുളിക കഴിക്കും. വാസ്തവത്തിൽ പനി വരുന്നത് എന്തിനാ? നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനാണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടിയാണ് ശരീരം ചൂടാകുന്നത്. അപ്പം അതുകൊണ്ട് സഹനത്തിലൂടെ പോകുമ്പോൾ അത് വേദനാജനകമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അതേ ബുദ്ധിമുട്ടുകളിലൂടെയും വേദനകളിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ് ഞാൻ.
ഒരിക്കലും ഒരാളുടെ വേദനയെ നിരാകരിച്ച് പറയുന്നില്ല. പക്ഷേ എനിക്കൊരു സത്യം വെളിപ്പെട്ടത്, ഇതിലൂടെ എല്ലാം കടന്നുപോയി സ്വച്ഛമായ സമാധാനപൂർണമായ ഒരു ഹൃദയബോധ്യത്തിലേക്കും ക്രിസ്ത്വാനുഭവത്തിലേക്കുമാണ് അത് നയിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി കഴിഞ്ഞ ദിവസത്തെ പ്രഘോഷണത്തിൽ ഓൺലൈൻ കുർബാന അയോഗ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചാണ്. ഓൺലൈൻ കുർബാന കൂടുന്നവർക്കറിയാം, അത് കൂടിയിട്ടുള്ളവർക്കറിയാം. അതിൽ 2 ഭാഗങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ, ബാക്കിയൊക്കെ നമുക്ക് കേട്ടിരിക്കാം, അച്ഛൻ പറയുന്നു, നമുക്ക് വേണമെങ്കിൽ പ്രത്യുത്തരിക്കാം. അവിടെ കാഴ്ചവെപ്പ് എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നില്ല. കുർബാനയിലെ പരമപ്രധാനമായ 2 ഭാഗങ്ങൾ, ഒരു കാഴ്ചവെപ്പും ഒരു സ്വീകരണമാണ്, ദൈവൈക്യ ശുശ്രൂഷയുമാണ്. ഈ 2 കാര്യം അവിടെ നടക്കുന്നില്ല. കാഴ്ചവെപ്പും നടക്കുന്നില്ല, കുർബാന സ്വീകരണം ദൈവൈക്യ ശുശ്രൂഷയും നടക്കുന്നില്ല. ഈ 2 പരമപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് കുർബാനയിൽ ഭാഗഭാഗിത്വം ഒരു ജൈവിക ഘടനയിൽ മാത്രമേ ഉണ്ടാവൂ. നമ്മളൊരു കൂട്ടായ്മയായിട്ട് കൂടുന്നു. അങ്ങനെ കൂട്ടായ്മയായിട്ട് കൂടുമ്പോൾ അതിൻ്റെ പ്രത്യേകത, നാം അപൂർണരാണ് അല്ലെങ്കിൽ നാം പൂർണ്ണരാകുന്നത് മറ്റുള്ളവർ കൂടിച്ചേരുമ്പോഴാണ് എന്ന പരമാർത്ഥമാണ് പള്ളിക്കകത്തായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. അതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ ചെയ്യാം. പള്ളിക്കകത്തായിരിക്കുന്നത്, വിശ്വാസമൂഹം ഒന്നിച്ചായിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. വിശ്വാസത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി നമുക്ക് ബലം പ്രാപിക്കാൻ കഴിയില്ല. വിശ്വാസത്തിൽ ബലം പ്രാപിക്കുന്നത് കൂട്ടായ്മയ്ക്കകത്താണ്. അതുകൊണ്ടാണ് യേശു സഭയെ സ്ഥാപിച്ചത്. കുരിശിൽ രക്ഷ നടത്തി കഴിഞ്ഞല്ലോ. കുരിശിൽ രക്ഷ നടത്തി കഴിഞ്ഞിട്ട് ഒരു സഭയെ സ്ഥാപിക്കേണ്ട കാര്യം എന്താ? യേശു കുരിശിൽ അർപ്പിച്ച ഈ പരമമായ രക്ഷ നമുക്ക് അനുഭവമാകണമെങ്കിൽ അതൊരു കൂട്ടായ്മയ്ക്കകത്ത് മാത്രമേ സാധ്യമാവൂ. അവിടെ നമ്മുടെ വിശ്വാസത്തിലുള്ള പരിമിതികൾ, പകുതിയായി പോകുന്ന അനുഭവങ്ങൾ ഒന്നിച്ചു ചേരുന്നൊരു കൂട്ടായ്മയ്ക്കകത്താണ് പരിപൂർണത പ്രാപിക്കുക. അപ്പോൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നതിന് പ്രത്യേകതയുണ്ട്. രണ്ടാമത്, കുർബാന നമുക്ക് കണ്ടുകൊണ്ട് കാണാവുന്ന ഒരു കാര്യം മാത്രമായിട്ടല്ല. മൗതിക സഭ എന്ന് പറയുമല്ലോ, ഒരു ബന്ധത്തിനകത്താണ് നാം അത് അനുഭവിക്കുക. ഒരു കൂട്ടായ്മയ്ക്കകത്ത് നാം ആയിരിക്കുമ്പോഴാണ് കുർബാന. ആഫ്രിക്കയിൽ ഒരിടത്തൊരു കുർബാന നടക്കുന്നതിനെ സംബന്ധിച്ച് ഒരു സംഭവം കേട്ടത് ഇങ്ങനെയാണ്. ഒരു പുൽക്കൊടി എടുത്തിട്ട് പുരോഹിതൻ ആളുകൾക്ക് കൊടുക്കും. അതിലൊരാൾ കൈമാറി പുൽക്കൊടി എല്ലാവരിലൂടെയും സഞ്ചരിച്ച് തിരികെ എത്തിയാൽ മാത്രമേ അദ്ദേഹം കുർബാന അർപ്പിക്കൂ. കാര്യം ഇതാണ്, അവിടെ എവിടെയെങ്കിലും വിയോജിപ്പോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ ഈ പുല്ല് യാത്ര നിർത്തും, പുല്ല് കൈമാറപ്പെടില്ല. അങ്ങനെ വന്നാൽ പിന്നെ കുർബാന അർപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൽ ഒന്നായിരിക്കുന്ന ഒരു സമൂഹം, ആദ്യത്തെ കാര്യം അതാണ്, അവർ ഏകമനസ്സോടെ സമ്മേളിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോസ്തല പ്രവൃത്തികൾ അത് പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന, അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ, പ്രബോധനം എന്നിവയിൽ ഏകമനസ്സോടെ, അപ്പം മുറിക്കൽ എന്നിവയിൽ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഈ കൂട്ടായ്മ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഓൺലൈൻ കുർബാനയ്ക്കകത്ത് ഉണ്ടാകുന്നില്ല. ഇനി ഒരു സംഭവത്തെ, ഒരു കഴിഞ്ഞു പോയൊരു സംഭവത്തെ കാണുകയാണോ വേണ്ടത്? ഒരു സംഭവത്തിനകത്ത് ഇൻവോൾവ് ആകുകയാണോ വേണ്ടത്? നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം നമുക്ക് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എല്ലാ വർഷവും അത് കണ്ടാൽ മതിയോ? കേക്ക് മുറിക്കണ്ടേ? ആളുകൾ കൂടണ്ടേ? എല്ലാവർക്കും കൊടുക്കണ്ടേ? അങ്ങനെ അനുഭവപ്രദമാകുന്ന ഒരു കാര്യമാണ് കുർബാന. അപ്പോൾ കുർബാനയെ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച വസ്തുവായിട്ട് മാറ്റാൻ സാധ്യമല്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പോയിന്റ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനം. അങ്ങനെ ഒരു കേന്ദ്രസ്ഥാനത്ത് 2 കുർബാനയ്ക്കിടയിലുള്ള ഇടവേളകളെല്ലാം ചേർന്നതിൻ്റെ സെൻട്രൽ പോയിന്റാണ് ഒരു കുർബാന. അപ്പം അതുകൊണ്ട് മാസത്തിൽ ഒരു കുർബാനയ്ക്ക് അവസരമുള്ളൂവെങ്കിൽ നിശ്ചയമായിട്ടും ആ ഒരു കുർബാനയിൽ പങ്കെടുത്താൽ മതി. അത് കുഴപ്പമല്ല. ആ ഒരു കുർബാന നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നും കുർബാനയിൽ സ്വീകരിക്കുന്നു എന്ന ഈ കാര്യം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ്. എല്ലായിടത്തും ഒരുപോലെ കിട്ടാവുന്ന കാര്യമല്ല അത്. നമുക്കത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പം ഞാനൊരിക്കൽ മധ്യപ്രദേശിലെ നീമച്ചിൽ പോവാണ്. അവിടെ പ്രഘോഷണത്തിനായിട്ട് പോവാണ്. ഇപ്പം നീമച്ചിൽ ഞാൻ ചെന്നത് ഒറ്റയ്ക്കാണ്. ഞാൻ മധ്യപ്രദേശിലെ റസോഡി എന്ന ആശ്രമത്തിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ റസോഡിയിൽ ഞാൻ ചെല്ലുന്നത് എന്നൊരു അച്ഛൻ വിളിച്ചിട്ടാണ്, ഫാദർ രാജുമാത്തി വിളിച്ചിട്ടാണ്. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛനുണ്ടല്ലോ കൂടെ, അപ്പോൾ കുർബാന മുടങ്ങൂല്ലോ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഞാനവിടെ ചെന്നപ്പോൾ അച്ഛൻ വേറൊരു സ്ഥലത്തേക്ക്, കോഹിമയിലോ എന്നോ പ്രഘോഷണത്തിനായിട്ട് പോവാണ്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്നെ വിളിച്ച് കളിയാക്കുകയാണ്, ഞാൻ ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, ഞാൻ കുർബാനയ്ക്ക് എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞു, ഇനി ഇവിടെ ദിവികാരനെ എഴുതി വിളിച്ച് വെച്ചിട്ടുണ്ട്, അത് കണ്ടിരുന്ന് വെച്ചാൽ മതി, അവിടെ നിന്ന് ആരാധിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല, എനിക്ക് കുർബാന അനുഭവിക്കേണ്ടതാണ്, എനിക്ക് എന്നെ അർപ്പിക്കേണ്ടതാണ്. അച്ഛൻ പറഞ്ഞു, ഒരു നിവൃത്തിയില്ല, എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല, മാർട്ടിനെ കൊണ്ടുപോകാനും കഴിയില്ല. മാർട്ടിന് 2 ദിവസം കഴിയുമ്പോൾ നിയമച്ചി പ്രോഗ്രാമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അച്ഛൻ പോയി. ഞാൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു.
അങ്ങനെ അസ്വസ്ഥനായിരിക്കുമ്പോൾ ഒരു മാർട്ടിൻ അവിടെ വരും. അദ്ദേഹം രാജസ്ഥാൻകാരനാണ്. ഈ രാജസ്ഥാൻകാരൻ മാർട്ടിൻ 8 മണിക്കൂർ നടന്നിട്ടാണ്, മരുഭൂമിയിലൂടെ നടന്നിട്ടാണ് ഈ റസോഡി എന്ന ഗ്രാമത്തിൽ, മധ്യപ്രദേശിനും രാജസ്ഥാനും ഇടയിലുള്ള സ്ഥലമാണ് ഈ റസോഡി, അവിടെ വരുന്നത്. അദ്ദേഹം അവിടെ വന്ന് 12 മണിയാകുമ്പോൾ എത്തും. എന്നിട്ട് 1 മണിയാകുമ്പോൾ അദ്ദേഹം തിരിച്ചു പോകും. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മനുഷ്യൻ എന്തിനാണ് ഇത്ര നേരം ബുദ്ധിമുട്ടി ഇവിടെ വരുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത്, 8 മണിക്കൂർ നടന്നാണ് ഞാൻ വരുന്നത്, തിരികെ പോകാൻ 8 മണിക്കൂർ, 16 മണിക്കൂർ നടന്ന് 1 മണിക്കൂർ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധി ഇരിക്കാൻ വരികയാണ്. അപ്പം അത്രത്തോളം ദൗർലഭ്യം പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള ഒരു സ്ഥലത്ത് ഞാൻ പെട്ടുപോയി. നീമച്ച് ഞാൻ ചെന്നു. നീമച്ച് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു കോൺവെന്റിലാണ് താമസം. അവിടെ സന്യാസികൾക്കുള്ള പ്രോഗ്രാമുണ്ട്, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുണ്ട്, സ്കൂളിൽ ഒരു പരിപാടിയുണ്ട്, അതൊക്കെ ആയിട്ട് അവിടെ ചെന്നതാണ്. അപ്പം അവിടെ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും അവിടെ കുർബാന, അവിടെ അന്ന് വിഭൂതി നടക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് വിഭൂതിയൊക്കെ കൂടിയിട്ടാണ്, നോമ്പ് ആരംഭിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നോമ്പ് പകുതിയായിട്ടുണ്ട്. ആ സമയത്ത് അവിടെ വിഭൂതിയുടെ ആചരണങ്ങൾ. ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താ ഇവിടെ ഈ സമയത്താണ് ഇവിടെ നോമ്പ് തുടങ്ങുന്നത്? അല്ല, നോമ്പ് തുടങ്ങിയിട്ടൊക്കെ കാലം കുറേയായി, പക്ഷേ ഇവിടെ ഒരു അച്ഛനില്ലായിരുന്നു. 3 മാസമായിട്ട് ഇവിടെ അച്ഛനില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു അച്ഛനെ കിട്ടിയത്. അവിടെയുള്ള സന്യാസികൾക്ക് കുർബാന കിട്ടിയിട്ട് 3 മാസമായി. അവിടെ ഉണ്ടായിരുന്ന അച്ഛനെ കാണാതെ പോയി. എങ്ങനെയാണെന്ന് പിന്നീട് അന്വേഷിച്ചില്ല. അച്ഛനെ കാണാതെ പോയി. അങ്ങനെ കാണാതെ പോയി. അവിടെ ഒരു അച്ഛനെ രണ്ടാമത് താൽക്കാലികമായി കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. അതുകൊണ്ട് 3 മാസത്തിനിടയ്ക്കുള്ള ഒരു കുർബാനയാണ്. പരിശുദ്ധ കുർബാനയെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിതം ബലിയുടെ ഭാഗമാണ്. നമ്മുടെ സഹനങ്ങൾ ജീവിത ബലിയുടെ ഭാഗമാണ്. ആ സഹനങ്ങളെ കുർബാനയുമായി ചേർത്ത് വയ്ക്കുന്ന അനുഭവമാണ് കൗദാശിക അനുഭവം. അപ്പൊ കൗദാശിക അനുഭവത്തിന് ദൗർബല്യം നേരിടുമ്പോൾ അതിന് പരിഹാരമായി ഇത്തരം ഓൺലൈൻ പ്രോഗ്രാമുകൾ മാറില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ കുർബാന ഓൺലൈൻ കാണുന്നത് കുർബാനയല്ല, കുർബാനയുടെ ഒരു ചിത്രീകരണം, ഒരു സിനിമ എന്നതല്ലാതെ അത് കുർബാനയ്ക്ക് പകരം വയ്ക്കാവുന്ന ഒരു കാര്യമല്ല നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആളുകൾ പറയുന്നു ഓൺലൈൻ കുർബാന വഴി സ്പിരിച്വൽ കമ്മ്യൂണിയൻ നടത്താമല്ലോ, ആത്മീയ കുർബാന സ്വീകരണം നടത്താമല്ലോ എന്നാണ്. അതിന് നിങ്ങൾ ഈ ഓൺലൈൻ കുർബാന കാണണ്ട. നിങ്ങൾക്ക് എപ്പോഴും സ്പിരിച്വൽ കമ്മ്യൂണിയൻ നടത്താം. നമ്മൾ പഠിപ്പിച്ച ഒരു ആധ്യാത്മികതയിൽ ഇങ്ങനെ മണിക്കൂറുകൾ തോറും സ്പിരിച്വൽ കമ്മ്യൂണിയൻ നടത്തുന്നൊരു പതിവുണ്ടായിരുന്നു. എല്ലാ മണിക്കൂറിലും ഒന്ന് ദേവാലയത്തിൽ പോകുന്നതായിട്ട് കാണണം, വിശുദ്ധ സക്രാരിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതായിട്ട് ഓർക്കണം, എന്നിട്ട് ആത്മീയമായി പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാവുന്ന പ്രവൃത്തിയാണത്. അതിന് കുർബാനയുടെ ചിത്രീകരണം കാണേണ്ട കാര്യമില്ല, ഓൺലൈനിൽ കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ഒരു സ്പിരിച്വൽ കമ്മ്യൂണിയൻ നടത്താം, അത് യോഗ്യതയുള്ള കാര്യമാണ്. പക്ഷേ നാം മനസ്സിലാക്കണം, കുർബാന എന്ന് പറയുന്നത് കേവലമായ കാഴ്ചയല്ല, അത് നമ്മൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളും കൂടി ഉൾച്ചേരുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു സമർപ്പണം. ആ സമർപ്പണം യേശുവായി മാറുമ്പോൾ ഞാനും നിങ്ങളും ആ ബലിമേശയിൽ യേശുവായിട്ട് മാറുന്നു. നാം ഒരു ജീവിതത്തിൽ നിന്നാണ് കുർബാനയിലേക്ക് പോകുന്നത്. ജീവിതത്തിൽ നിന്ന് ക്ലേശങ്ങളും സഹനങ്ങളൊക്കെ ആയിട്ട് കുർബാനയിലേക്ക് പോകുന്നു. കുർബാനയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നു. കുർബാനയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം യേശുവിൻ്റെ ശരീരരക്തങ്ങളായി കൗദാശികതയിൽ മാറുന്നു. എന്നിട്ട് ആ കൗദാശിക അർപ്പണത്തിലൂടെ നാം യേശുവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു അനുഭവപരമായ തലമാണ് കുർബാനയുടേത്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, കൂദാശയെക്കുറിച്ചുള്ള നിർവചനം എങ്ങനെയാണ്? കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളങ്ങൾ, അനുഭവപ്രദമാകുന്ന ഇടമാണ് കുർബാന. കുർബാന കൂദാശകളുടെ കൂദാശയാണ്. ആ കൂദാശയിൽ നമ്മളിത് അനുഭവിക്കുകയാണ്, കൗദാശികമായി ദിവ്യരഹസ്യങ്ങൾ അനുഭവിക്കുകയാണ്, യേശുവിൻ്റെ രക്ഷാകരമായ യാഗം അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കുന്ന കുർബാനയെ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല. ഒരു എളുപ്പ ഉദാഹരണം പറയാം. ടി വിയിൽ എന്തെങ്കിലും വിഭവങ്ങളോ പായസമോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് അവർ രുചിച്ചിട്ട് പറയുന്നു വലിയ രുചിയാണ്, നിങ്ങൾ രുചിച്ച് നോക്കുന്നത് നേരെ നീട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല. നമ്മളത് കണ്ടു, അത് മധുരമുള്ളതാണെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് മധുരമുള്ളതായിട്ട് അനുഭവപ്പെടണ്ടേ? നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണ്ടേ? അനുഭവപ്പെടേണ്ടതുണ്ട്. ഈ അനുഭവപ്പെടുന്നൊരു വേദിയാണ് കൗദാശിക വേദി. നമ്മുടെ ജീവിതത്തിൽ ബലി നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഇവിടെ അത് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ രക്ഷാകരമായ ക്രിസ്തുവിൻ്റെ യാഗത്തെ ജീവിതവുമായി കൂട്ടിവിളക്കുന്ന സ്ഥലമാണ് കുർബാന. അവിടെ നമ്മുടെ ഭാഗഭാഗിത്വം പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ സങ്കല്പിച്ച് ഉണ്ടാവേണ്ട കാര്യമല്ല. അങ്ങനെ സങ്കല്പവും ധ്യാനാത്മകതയൊക്കെ നടക്കുന്ന എവിടെയാണ്? ദിവ്യരഹസ്യങ്ങളുടെ അത് ജപമാല നടക്കുന്നുണ്ട്.
ജപമാല നമ്മൾ ധ്യാനാത്മകമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. മറ്റത് കർമാനുഷ്ഠാനം വഴിയാണ്. കർമാനുഷ്ഠാനമാണ്, കാർമ്മികനുള്ള കാര്യമാണ് കുർബാന, കർമാനുഷ്ഠാനമാണ്. ഒരു കർമ്മത്തിൽ ഭാഗഭാഗത്തുണ്ടാണെങ്കിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാവും. ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കതറിയാം, നമ്മളതിൻ്റെ പരസ്യം കാണുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു ടോക്ക് കേൾക്കുന്നു. പട്ടി കടിച്ചാൽ നമ്മൾ ഇഞ്ചക്ഷൻ തന്നെ എടുക്കണ്ടേ? നിങ്ങൾക്ക് പനി വരുന്നു, പാരസെറ്റമോൾ ടാബ്ലറ്റ് നിങ്ങളുടെ പോക്കറ്റിൽ കിടപ്പുണ്ട്, മരുന്ന് നിങ്ങൾ കഴിക്കണ്ടേ? ഈ കഴിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയാണ്, കൗദാശിക അനുഭവത്തിലൂടെ നമ്മൾ മുന്നേറണമെന്നാണ് കുർബാന നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുർബാന ഒരു കാരണവശാലും ഇത്തരം പ്രക്ഷേപണങ്ങളിലൂടെ കാണുമ്പോൾ അനുഭവപ്രദമാകില്ല. പ്രയർ ഗ്രൂപ്പിലൊക്കെ വരുന്ന ആളുകൾ വിവിധ ഭാഷകളിൽ സ്തുതിക്കുന്നു, അതൊക്കെ ശരിയാണോ? സംശയം തോന്നാറുണ്ട് പലപ്പോഴും. എന്നാണ് ഒട്ടും സംശയിക്കേണ്ട. നമ്മളെന്തിനാ സംശയിക്കണേ? ഭാഷാവരമുള്ള കാര്യമാണ്. രണ്ടുതരം ഭാഷാവരങ്ങളാണ്, പ്രവചനത്തിൻ്റെ ഭാഷാവരമുണ്ട്, സ്തുതിപ്പിൻ്റെ വരമുണ്ട്. രണ്ടും ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. ഭാഷാവരം തെറ്റല്ല, ഭാഷാവരത്തിൽ ഒരു തട്ടിപ്പില്ല. അതായത് ദൈവത്തോട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഭാഷയിൽ കഴിയാതെ വരുമ്പോൾ ദൈവം തന്നെ ആത്മാവിനാൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അത്. ശരിക്കും ബാബ്ലിംഗ് സൗണ്ട് ഓഫ് എ ചൈൽഡ്. കുട്ടികൾ സംസാരിക്കുന്നവരെ കുട്ടി പറയും ബ്ലാ ബ്ലാ ബ്ലാ, അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന്. കുട്ടി വീണ്ടും പറയും ബ്ലാ ബ്ലാ ബ്ലാ, അപ്പോൾ കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യാനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ഇത് അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതേപോലെ ദൈവത്തിന് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്ന നിലയ്ക്കാണ് ഭാഷ അവർ ഉപയോഗിക്കുന്നത്. ആ സ്തുതിയുടെ വരം തെറ്റല്ല, അത് ഉപയോഗിക്കേണ്ടതാണ്, നമുക്കൊക്കെ ഉള്ളതാണ്. അത് നമ്മളത് സ്ഥിരമായി സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കാര്യമാണ്, തെറ്റൊന്നുമല്ല. ഇനി അടുത്തത്, ധ്യാനാവസരങ്ങളിലൊക്കെ ആളുകൾ തലയെ കൈവയ്ക്കുമ്പോൾ ഉരുണ്ട് വീഴുന്നു. അത് വിശദമായി പറയേണ്ട കാര്യമാണ്. അത് പിന്നീട് പരദാനങ്ങളുടെ ഒരു ധ്യാനം നടത്താൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ വ്യക്തമായിട്ട് പറയാം. എങ്കിലും ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. തലയിൽ കൈവയ്ക്കുമ്പോൾ വീഴുന്നത് തെറ്റല്ല, തള്ളിയിടാതിരുന്നാൽ മതി. ഞാൻ തലയെ കൈവയ്ക്കുമ്പോൾ വീഴണമെന്ന നിർബന്ധ ബുദ്ധി ഇല്ലാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞത് കാറ്റ്, മൈക്കിലൂടെ കാറ്റ് ഊതി ഉച്ചഭാഷണിലൂടെ കേൾക്കുമ്പോൾ ആൾ വീഴുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് പറയുമ്പോൾ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ബെൻഹിൻ, വിദേശത്തൊക്കെ ഉള്ളവരാണല്ലോ കേൾക്കുന്നത് ചിലർ. അപ്പോൾ ബെൻഹിൻ ശുശ്രൂഷ നടത്തുമ്പോൾ, അമേരിക്കയിലൊക്കെ നടത്തുമ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഉരുണ്ട് വീഴും. ബെൻഹിൻ ഒന്ന് കൈ ഇങ്ങനെ വീശുമ്പോൾ ആളുകളൊക്കെ മറിഞ്ഞു വീഴും. ഇന്ത്യയിൽ വന്ന് ബാംഗ്ലൂർ ബെൻഹിനൊരു പ്രോഗ്രാം നടത്തി. അപ്പോൾ കൈ ഇങ്ങനെ വീശി, പക്ഷെ ആരും വീണില്ല. ഇന്ത്യക്കാരല്ലേ, ഏറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ ബെൻഹിനോട് ചോദ്യം ചോദിച്ചു, നിങ്ങളിങ്ങനെ കൈവീശിയിട്ട് ആരും വീഴാത്തതെന്നാണ് ചോദിച്ചു. അപ്പോൾ പുറകിലേക്ക് തിരിഞ്ഞ് കൈവീശി. അപ്പോൾ പാട്ട് പാടിയിരുന്ന 100ഓളം പേർ ഉരുണ്ട് വീണു, കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. കാരണം ബെൻഹിനിലൂടെ എന്തോ ശക്തി വരുന്നു എന്ന ചിന്തയാണ് ഈ കൈവീശുമ്പോഴൊക്കെ വീഴുന്നതിൻ്റെ പുറകിലുള്ളത്. വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അരൂപിയുടെ മയക്കമുണ്ട്. തലയെ കൈവയ്ക്കുമ്പോൾ അരൂപിയുടെ പ്രവേശനം കൊണ്ട് നമുക്ക് മയക്കം ഉണ്ടാകാം, നമ്മുടെ ബുദ്ധിയും മനസ്സും ഉറങ്ങിപ്പോകാം. അരൂപിയുടെ മയക്കം. വീഴുന്നയാൾ പിശാച് കൂടിയിട്ടാണെന്ന് പറയരുത്. പൈശാചിക വാദം കൊണ്ടാണ് വീഴുന്നതെന്നാണ് പൊതുവെ ആളുകൾ ധരിക്കുക. അത് തെറ്റാണ്, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. അത് വിവേചിക്കേണ്ട കാര്യമാണ്. പിന്നെ മനഃശാസ്ത്രപരമായൊരു കാര്യം സംഭവിക്കാം, എല്ലാവരും വീഴുന്നു അതുകൊണ്ട് ഞാനും വീഴോ എന്ന് വെച്ച് വീണു പോകാം, അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അതൊക്കെ വിവേചിക്കേണ്ട കാര്യമാണ്. വീഴുന്നത് തെറ്റല്ല, ഒരു ലൈറ്റ് വെയ്റ്റ്നെസ് അനുഭവപ്പെടും, അതിനുശേഷം ഒരു ഭാരക്കുറവ് സന്തോഷമൊക്കെ അനുഭവപ്പെടാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ളതായിട്ട് അനുഭവപ്പെടാം. ഈ പലതും തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുമ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴുമാണ് കുഴപ്പമാകുന്നത്. ഒരിടത്ത് ഇങ്ങനെ നമ്മൾ ധ്യാനിപ്പിക്കുമ്പോൾ തന്നെ എല്ലാവരും കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശുശ്രൂഷ ആരാധനയുടെ സമാപനത്തിൽ അച്ഛൻ എല്ലാവരുടെയും മേൽ വിശുദ്ധ ജലം തെളിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയുന്ന നേരത്ത് ഒരു സഹോദരി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വീഴുന്ന അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. വെള്ളം വീഴുന്ന അനുഭവം ഉണ്ടായതല്ല, വെള്ളം തെളിച്ചതാ. അങ്ങനെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി, അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് വീഴുന്നത് കുഴപ്പമല്ല, അതൊരു തെറ്റാണെന്നോ വീഴ്ത്തുന്നവരൊക്കെ കുഴപ്പക്കാരാണെന്നോ, ഇനി വീഴ്ത്തുന്ന ചില ആളുകളെല്ലാം തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആളുകൾ വീഴാറുണ്ട്, പൈശാചിക ബാധ മാറുമ്പോഴും വീഴാറുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മയങ്ങിപ്പോകാറുണ്ട്, ശിരസിൽ കൈവയ്ക്കുമ്പോൾ തന്നെ കുഴഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ ആന്തരിക സൗഖ്യം ഇല്ലാത്ത ആളുകൾക്ക് സൗഖ്യം ഉണ്ടാകുമ്പോഴുണ്ടാകാം, പരിശുദ്ധാത്മ നിറവുണ്ടാകുമ്പോഴുണ്ടാകാം, തിന്മ പോകുമ്പോഴുണ്ടാകാം, പലതരത്തിലാണ്. അപ്പോൾ അതിന് വിവേചിച്ച കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഉള്ളൂ, തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്നും ഇതിലൂടെ സർവം വരുമെന്നും ചിന്തിക്കേണ്ടതില്ല. അതൊന്നുമല്ല കാര്യം. ഹൃദയത്തിൽ ആത്മാവിനെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവുള്ളവരാണ് നമ്മൾ. ഔദാശികമായി നമുക്ക് ലഭിച്ചതാണ്. ആ ആത്മാവിനെ ജ്വലിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ പ്രാർത്ഥനയും.
ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന ആളുകൾക്ക് പിശാച് ബാധിതരാണെന്നും അവരുടെ പിശാച് പോകുമ്പോഴാണ്, ദൈവിക ശക്തി വരുമ്പോൾ പിശാച് പോകുമ്പോഴാണ് മറിഞ്ഞു വീഴുന്നതെന്നും ഒക്കെ കരുതപ്പെടുന്നുണ്ട്. ചില ധ്യാനകേന്ദ്രങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വാസ്തവമില്ല എന്ന് മനസ്സിലാക്കണം. എല്ലാവരിലും പിശാചാണെന്ന് ചിന്തിക്കുന്നതൊക്കെ അബദ്ധമാണ്. അത് യാഥാർത്ഥ്യബോധത്തോടെ വിവേചനത്തോടെ കാണേണ്ട കാര്യവുമാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് ഒരു 3-4 ചോദ്യങ്ങൾക്കാണ് മറുപടി പറയാൻ കഴിഞ്ഞത്. നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്, വാട്സപ്പിലും വരുന്നുണ്ട്, വീഡിയോയ്ക്ക് കമൻ്റായിട്ടും വരുന്നുണ്ട്. എല്ലാറ്റിനും ഉത്തരം പറയാൻ കഴിയുന്നില്ല. മനസ്സിലാകാൻ ഇത്തിരി വ്യക്തമാക്കി പറയുമ്പോൾ സമയദൈർഘ്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ കാണുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ നന്ദി പറയുന്നു. ശുശ്രൂഷയിൽ നിങ്ങൾ ഭാഗവാക്കുകളാകുക. നിങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.